സാറിൻ്റെ 500 രൂപ ഞാൻ മൂട്ടിച്ചു. ഞാൻ സാറിന് അത് മടക്കി തന്ന ഈ പ്രശ്നം തീരുമല്ലോ. ക്ഷമ പറഞ്ഞ് സാറിന് ക്ഷമിച്ചാല് തീരുമേ? അതിനുവേണ്ടി ക്രിസ്തു മരിക്കണോ? ഞാൻ ആദമിന്റെ മകനാ. ആദമിന്റെ മകനായതുകൊണ്ടല്ലോ നരകത്തിൽ പോന്നേ, പാപിയായിരിക്കുന്നേ. ആദ്യം നമ്മൾ ആരോട് എന്തോ ക്ഷമ പറയാൻ എങ്ങനെ ക്ഷമ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും നമുക്ക്? കാരണം പാപത്തിന്റെ ശമ്പളം മരണമാണ്. ആ നിയമത്തിന്റെ മുമ്പിലാണ് യേശു ക്രിസ്തു മരിക്കേണ്ടി വന്നത്. ഇനി ഞാൻ പറയാം. അപ്പം ഇതിങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ അത് ഏകദേശം അത് മനസ്സിലായല്ലോ. ഇനി സംഭവിക്കുന്നത് നമുക്കറിയാം. 430 വർഷക്കാലം ഇസ്രായേൽ ജനം ഈജിപ്തിൽ പോയി താമസിച്ചു. ഞാൻ ഇനി അല്ലെങ്കിൽ നീണ്ടു പോകും, അതുകൊണ്ട് പറയാം. എന്നിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരിക. തിരിച്ച് ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത ദേശമായിരിക്കും അത് കാനാനിലേക്ക് കൊണ്ടുവരുമ്പോൾ അപ്പൊ ദൈവം എന്ത് ചെയ്യുന്ന അറിയുമോ? ഒരു ജനത്തെ പെട്ടെന്ന് ഇപ്പൊ നമുക്കറിയാം, പിന്നെ ആകാശവും ഭൂമി ഉണ്ടാക്കി. പിന്നെ അതിനുശേഷം എന്താണ്, ആദമിനെ 130 വയസ്സായപ്പോൾ ശേത്തിനെ സൃഷ്ടിച്ചു. ശേത്തിന് ഇത്ര വയസ്സായപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നിട്ട് അവസാനം നോഹയുടെ പ്രളയം എല്ലാം ഇങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് ഒരു അബ്രഹാമിലേക്ക് അങ്ങ് തിരിയുക, ഒരു വ്യക്തിയിലേക്ക് പെട്ടെന്ന് അങ്ങ് തിരിയുക. എന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ കാണിക്കാതിരിക്കുന്ന ദേശത്തേക്ക് നീ പോകുക എന്ന് പറഞ്ഞ് പെട്ടെന്ന് അബ്രഹാം എന്ന് പറഞ്ഞൊരു വ്യക്തിയിലേക്ക് അങ്ങ് ചുരുക്കുക. എന്നിട്ട് അബ്രഹാമിൽ കൂടി ഒരു ജനത്തെ വീണ്ടെടുക്കുക. എന്നിട്ട് എന്താ ദൈവം അവർക്കൊരു നിയമം കൊടുക്കുക. എന്നിട്ട് ഞാൻ തന്നെയാണ് ദൈവം എന്ന് ലോകത്തിന് ഈ ജനമാണ് വെളിപ്പെടുത്തി കൊടുക്കുക. ദൈവമല്ല, ഈ ജനമാണ് സത്യദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് ഈ ജനമാണ്. അപ്പൊ അബ്രഹാം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ദൈവം തെരഞ്ഞെടുത്തിട്ട് ആ വ്യക്തിയിൽ കൂടെ ഉണ്ടാകുന്ന മക്കളുടെ മുമ്പിൽ ഞാൻ തന്നെ സത്യദൈവം എന്നുള്ള കാര്യം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് ഇസ്രായേൽ ജനമാണ്. അതിനു വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത്. അപ്പൊ ഇപ്പൊ നമ്മൾ യേശുക്രിസ്തുവിന്റെ രക്തം മൂലം വീണ്ടെടുക്കപ്പെട്ട നമ്മൾ സത്യദൈവം ആരെന്ന് സ്വഭാവം കൊണ്ടും പ്രസംഗം കൊണ്ടും വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മളാണ്. ഞാൻ പാപം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ എന്റെ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ? അവന്റെ വിശുദ്ധിയിലും താഴ്വയിലും ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ഇവന്റെ ദൈവം സത്യദൈവം എന്ന് അംഗീകരിക്കാൻ അവര് പ്രസംഗിച്ചാൽ മാത്രം പോലെ ഞാൻ ജീവിക്കുകയും വേണ്ടേ? അപ്പോൾ അങ്ങനെ അബ്രഹാമിൽ കൂടെ ദൈവം ഒരു ജനത്തെ വീണ്ടെടുത്ത് എന്റെ സാക്ഷികളായി തീരാൻ, എന്റെ സ്വഭാവത്തിന് സാക്ഷികളായിട്ട് തീരാൻ വേണ്ടി ദൈവം തന്റെ സ്വഭാവം വെളിപ്പെടുത്തി കൊടുത്തു. ഇതാ ന്യായപ്രമാണം എന്ന് പറയുന്നത്. മോഹിക്കരുത്, കൊല ചെയ്യല്, വ്യഭിചാരം ചെയ്യൽ, ഇങ്ങനെ ഇതെല്ലാം എന്താണ്? അത് ദൈവമില്ലാത്തവരല്ല. നിങ്ങളുടെ ദൈവം വിശുദ്ധനാണ്. അതുകൊണ്ട് നിങ്ങളും വിശുദ്ധന്മാരായിട്ട് ജീവിക്കണം. അത് ലോകം കാണണം. എന്നിട്ട് ആ ലോകം നിങ്ങളിൽ കൂടെ എന്നെ മഹത്വപ്പെടുത്തണം. ഇതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. പക്ഷെ ഈ ജനം എന്ത് ചെയ്തു? അപ്പം നോക്കിയ സീനായ് മലയിൽ വെച്ച്, സീനായിലല്ലേ ഇവർക്ക് ന്യായപ്രമാണം കൊടുത്തു. അപ്പൊ ഈ ന്യായപ്രമാണത്തിൽ കൊടുത്ത നിയമം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ നിയമമാണ്. ദൈവത്തിന്റെ നിയമപുസ്തകമാണ് ഈ ന്യായപ്രമാണം. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ പറയുന്നില്ല 36A എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന ഇതുണ്ടല്ലോ, അത് ഇന്ത്യയുടെ പീനൽ കോഡാ. ഇതുപോലെ ദൈവത്തിന്റെ നിയമപുസ്തകമാണ് എന്താ ഈ ന്യായപ്രമാണം. അപ്പൊ ദൈവം ഒരു മനുഷ്യനെ ന്യായം വിധിക്കുന്നത് ഈ നിയമപുസ്തകം വെച്ചാ, ക്രിസ്തു വരുന്നിടം വരെ. അപ്പൊ ഈ നിയമപുസ്തകത്തിന്റെ ഒന്നാമത്തെ കൽപ്പനയാണ് സ്വർഗത്തിലെങ്കിലോ ഭൂമിയിലോ, ഭൂമിക്ക് താഴെ സമയത്ത് ഒന്നിന്റെ പ്രതിമ. കാരണം എന്താണ്? ഞാൻ തന്നെ സത്യദൈവം.